ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണം. മറന്നോ നമ്മുടെ ചാനലൊക്കെ? സ്കൂളൊക്കെ അടച്ചു, ഇനി കുട്ടികളുമായുള്ള യുദ്ധം തുടങ്ങാൻ സമയമായില്ലേ? വെക്കേഷനായില്ലേ? എല്ലാവരുടെയും പരീക്ഷ ചൂടൊക്കെ കഴിഞ്ഞു. ഇനി വെക്കേഷൻ്റെ മേളം തുടങ്ങാൻ പോവാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന്. അങ്ങനത്തെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സ്റ്റൂ ആയിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ ദേ രാവിലത്തെ പരിപാടികൾ ചടപടേന്ന് വെച്ച് രാവിലെ ചായ കുടിച്ച് ഉഷാറായി എല്ലാം തുടങ്ങും. ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്കൊന്നും ചെയ്യണ്ടാന്ന്. പക്ഷേ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. ഇപ്പോഴും എൻ്റെ ചാനലിൽ അയ്യോ എൻ്റെ ചാനലിലൊന്നും പോസ്റ്റ് ചെയ്തില്ലല്ലോ ഇതുവരെ, ഇത്രയും ദിവസമായിട്ട് ഞാനിങ്ങനെ ഗ്യാപ്പ് എടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് എന്നെ തന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി പോസ്റ്റ് എന്തെങ്കിലും ചെറിയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലൊക്കെ കാണാം, സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വെക്കേഷനായില്ലേ, ഇനി യുദ്ധം എന്ന് പറഞ്ഞാൽ അയ്യോ ഇവരുടെ അടുത്ത് മല്ലടിക്കാനുള്ള സമയമായി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എല്ലാ പരിപാടികളും 10-10:30 എല്ലാം തീർക്കാനുള്ള പരിപാടിയാണ്. നമുക്കിപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉപ്പും മുളകും കൂട്ടി തിന്നാനുള്ള കൊതി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി പിന്നെ കുറച്ച് സമയം പിള്ളേരായിട്ട് മല്ലടിക്കാൻ വേണം. അതിൻ്റെ ഇടയ്ക്ക് ചൂടെടുത്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുഖം കഴുകുന്നുണ്ടായിരുന്നു. ചില ദിവസം ഭയങ്കര ചൂട്, ചില ദിവസം തണുപ്പുണ്ട്, രാത്രിയാകുമ്പോൾ മഴ. അപ്പോൾ ഇന്ന് മീൻ കറി വെച്ചു. പിന്നെ അതുപോലെ ക്യാബേജ് തോരൻ, അങ്ങനെയൊക്കെയായിരുന്നു പരിപാടികൾ. തൈര് ഞാൻ എനിക്ക് എടുത്തതല്ല കേട്ടോ, അത് മോനെടുത്തതാണ്. ഞാൻ മീൻ കറിയുടെ കൂടെയൊന്നും തൈര് കഴിക്കാറില്ല. അവർക്ക് മീൻ കറി വേണ്ടാന്ന് പറഞ്ഞിട്ട് തൈരിൽ വെറുതെ ഉപ്പിട്ട് ചോറിൽ ഒഴിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം ഞാനത് പാത്രത്തിൽ വെച്ചത്. അങ്ങനെ ഊണൊക്കെ കഴിച്ച് നമ്മൾ അതേ തണ്ണിമത്തനും വെള്ളത്തിൻ്റെ എൻ്റെ ദാഹിച്ചിട്ട് പാടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് തണ്ണിമത്തനം കട്ട് ചെയ്ത് വെച്ച് കഴിച്ചു. ഇന്ന് വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് വൈകുന്നേരം ഒന്ന് സിറ്റിയിൽ പോകേണ്ട കാര്യമുണ്ട്. കുറച്ച് പരിപാടികൾ സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കും വെക്കേഷനൊക്കെ ആയില്ലേ, അവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഇത് നമ്മുടെ സ്ഥലം മനസ്സിലായല്ലോ അല്ലേ? തിരുവനന്തപുരംകാരുടെ സ്വന്തം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം. സിറ്റിയിൽ പോയാൽ നമ്മൾ എപ്പോഴും കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാതെ പോരില്ല. അവിടെ എന്തോ ഉത്സവം നടക്കുന്ന കാരണം ഇങ്ങനത്തെ കുറേ വിഗ്രഹങ്ങൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. എന്തോരം മീനുകളാണ് ഈ അമ്പലക്കുളത്തിൽ. ആളുകൾ തീറ്റിയിട്ട് കൊടുക്കുമ്പോൾ നിറഞ്ഞിങ്ങനെ വരും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അമ്പലത്തിൻ്റെ അവിടെ വളരെ ശാന്തമായിട്ട് പോയിരിക്കാനായിട്ട്. ഞങ്ങളെപ്പോൾ പോകുമ്പോഴും അവിടെ പോയിരുന്ന് കാറ്റ് കൊള്ളും. കുറച്ച് സമയമൊക്കെ അമ്പലക്കുളത്തിൻ്റെ ചുറ്റും നടക്കും. അതൊക്കെ സ്ഥിരം കാഴ്ചകളാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് സിറ്റിയിലൊക്കെ പോയിട്ട്. ഇപ്പോൾ പിന്നെ വെക്കേഷൻ ആയല്ലോ, വേണ്ട സമയമുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നില്ല, ഞാനും കുട്ടികളും കൂടി പോയത്. അതിന് കഴിഞ്ഞ് പിന്നെ മെയിൻ പരിപാടി അവരുടെ പോയി കഴിഞ്ഞ വിശപ്പിൻ്റെ വിളിയാണല്ലോ. അപ്പോൾ എനിക്കൊന്നും കഴിച്ചില്ല. അവനും കുറച്ച് ഐസ്ക്രീം പോലത്തെ എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ചെറിയൊരു ഐസ്ക്രീം കഴിച്ചു. ഫുഡ് അവർക്ക് എന്തോ ചോള ഭട്ടൂരി അങ്ങനെ എന്തോ ഫുഡായിട്ട് വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞത് ഈ അമ്പലത്തിൻ്റെ അവിടെ കണ്ടില്ല, അത് എന്ത് പേരെ പറയാ അതിന് എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ പല വിഗ്രഹങ്ങളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇങ്ങനെ തൊഴാനായിട്ടും ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളും അവിടെ നിന്ന് നടന്നു. പിന്നെ തിരിച്ചു പോകാനുള്ള സമയമായി. നമ്മുടെ ബസ്സിലാണ് വന്നത്. അപ്പോൾ പിന്നെ തിരിച്ചു പോകണം. അങ്ങനെ വീട്ടിലെത്തി. എല്ലാവരും മറന്നോ? രാത്രിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുട്ടികളും ഹസ്ബൻഡും കൂടി പുറത്ത് പോയിരിക്കുകയാണ്. ഞാൻ പോയില്ല, ഇന്നൊരു മൂഡില്ല. അപ്പോൾ അവരവിടെ പോയിട്ട് വരട്ടെ. പരീക്ഷയൊക്കെ കഴിഞ്ഞു, വെക്കേഷൻ തുടങ്ങി. എൻ്റെ പൊന്നോ, ഇനിയാണ് നമ്മുടെ യുദ്ധം വെട്ടാനുള്ള സമയം അല്ലേ? അപ്പോൾ ഏകദേശം വെക്കേഷൻ എന്ന് വെച്ചാൽ പേരൻസിന് ഏറ്റവും ടെൻഷനുള്ള കാലമല്ലേ? അതുപോലെ തന്നെയാണ്. പിന്നെ നമ്മൾ ചാനലിൽ ഇനി എപ്പോഴും വീഡിയോസ് ഇടണില്ല എന്ന് വെച്ചിട്ട് ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല. എല്ലാവരും മറന്നു പോകരുത്. ഇടയ്ക്ക് വിശേഷങ്ങളും നമ്മുടെ കൊച്ചു കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് വരും സമയം കിട്ടുമ്പോൾ. പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസ് നോക്കിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളും മുന്നോട്ട് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യണോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കണം. അപ്പം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം. പിന്നെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. അവർ വരട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ സാലഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ചൂട്, പക്ഷേ എല്ലായിടത്തും മഴ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത്തവണ
മഴ എല്ലാ ജില്ലകളിലും വേനൽ മഴയുള്ള കാരണം ചൂട് തണുപ്പ് അങ്ങനെ ഒരു ക്ലൈമറ്റാണ്. അപ്പം അങ്ങനെയാണ് വിശേഷങ്ങൾ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമ്മൾ ഈസ്റ്ററൊക്കെ ആകുമ്പോൾ നാട്ടിൽ പോകും. അപ്പോൾ വെക്കേഷൻ ഒരു മാസം നാട്ടിലായിരിക്കും. ബാക്കി യുദ്ധം വെട്ടൽ നാട്ടിൽ പോയിട്ടാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഉറങ്ങാനുള്ള പരിപാടിയായി. എപ്പോഴും പറയുന്ന പോലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ചിലപ്പോൾ അടുത്ത വീഡിയോ നമ്മുടെ ട്രാവൽ വീഡിയോ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും